കർണാടകയിലെ ഷിരൂരിൽ മലയിടിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ അർജുന്റെ ഭാര്യയ്ക്ക് ജോലി നൽകുമെന്ന് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് അറിയിച്ചു. ബാങ്ക് ഭാരവാഹികൾ ചേർന്ന് കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപനം. ഷിരൂരിൽ കാണാതായ അർജുന്റെ കുടുംബത്തിന്റെ ഏക ആശ്രയം ആ യുവാവായിരുന്നു. ആ കുടുംബം അനാഥമായി. അർജുൻ തിരിച്ചു വരുമെന്ന് ഇനി പറയാനും സാധിക്കില്ല. അർജുന്റെ ഭാര്യ വിദ്യാസമ്പന്നയാണ്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ജോലി കൊടുക്കാമെന്ന് സിറ്റി ബാങ്ക് സന്നദ്ധമായി. ഇക്കാര്യത്തിൽ സഹകരണ നിയമവ്യവസ്ഥകളിൽ സർക്കാർ പ്രത്യേകമായി ഇളവ് അനുവദിക്കുകയാണെങ്കിൽ ജൂനിയർ ക്ലാർക്ക് തസ്തികയിൽ കുറയാത്ത ഒരു തസ്തികയിൽ അർജുന്റെ ഭാര്യയ്ക്ക് നിയമനം നൽകാൻ സാധിക്കുമെന്നാണ് വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. കൂടാതെ വയനാട് ചൂരൽമലയിലെ പ്രകൃതി ദുരന്തത്തിൽ ഭവനരഹിതരായ ആളുകളിൽ 11 കുടുംബങ്ങൾക്ക് സൗജന്യമായി വീട് വെച്ച് നൽകുമെന്നും ബാങ്ക് ഭാരവാഹികൾ അറിയിച്ചു. ഭവനരഹിതരായ ആളുകൾക്ക് പുനരധിവാസത്തിനായി അധികാരികളോ സ്വകാര്യ സ്ഥാപനങ്ങളോ വ്യക്തികളോ സൗജന്യമായി നൽകുന്ന സ്ഥലത്ത് ഗ്രാമപഞ്ചായത്ത് നിർദ്ദേശിക്കുന്ന 11 കുടുംബങ്ങൾക്കാണ് സിറ്റി ബാങ്ക് വീട് വെച്ച് നൽകുക. സർക്കാരിന്റെ അനുമതിക്ക് വിധേയമായിട്ടായിരിക്കും ഇത്. ഓരോ വീടിനും 5 ലക്ഷം രൂപ വീതം ബാങ്ക് ചെലവഴിക്കും. ചാത്തമംഗലത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുമായി ആലോചിച്ച് വയനാടിന്റെ പ്രകൃതിക്ക് ഇണങ്ങുന്ന വിധമുള്ള വീടുകൾ രൂപകൽപ്പന ചെയ്യും. 120 ദിവസത്തിനകം വീട് പണി പൂർത്തിയാക്കി കൈമാറും. സർക്കാരിന്റെ ഏതെങ്കിലും സഹായ പദ്ധതിയുടെ ഭാഗമായി ഈ ദൗത്യം ഏറ്റെടുക്കാനും ബാങ്ക് തയ്യാറാണ് എന്ന് ഭാരവാഹികൾ പറഞ്ഞു. ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ്, MVR ക്യാൻസർ സെന്റർ ചെയർമാൻ CN വിജയകൃഷ്ണൻ, ക്യാൻസർ സെന്റർ ഡയറക്ടർ CE ചാക്കുണ്ണി, ബാങ്ക് ഡയറക്ടർമാരായ KP രാമചന്ദ്രൻ, TM വേലായുധൻ, PA ജയപ്രകാശ്, NP അബ്ദുൽ ഹമീദ്, KT ബീരാൻകോയ, അബ്ദുൽ അസീസ്, ഷിംന PS, ജനറൽ മാനേജർ സാജു ജെയിംസ് എന്നിവർ ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപനം. നന്ദി ഈ ചേർത്ത് പിടിക്കലിന്.